പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുതുപുത്തൻ പ്രഭാതം കൂടി, ഒരു പുലരി കൂടി നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്നു. ഇന്ന് ഈ ദിവസത്തിൽ എഴുന്നേറ്റ് വരുവാനും ശക്തിയോടെ, ബലത്തോടെ, ആരോഗ്യത്തോടെ ദൈവത്തിൻ്റെ നന്മകളെ ഓർത്ത്, ദൈവം നമുക്ക് തന്ന എല്ലാ കൃപകളും ഓർത്ത് കർത്താവിനോട് നന്ദി പറയുവാനും, ചരാചരങ്ങളുടെ സൃഷ്ടിതാവായ നമ്മുടെ ഉടയവനായ ദൈവത്തിനോട് നമ്മെ തന്നെ സമർപ്പിക്കുവാനും ദൈവം തന്നിരിക്കുന്ന എല്ലാ ഭാഗ്യത്തിനും കർത്താവിനോട് നന്ദിയും സ്നേഹവും നന്മയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിന് ആധാരമായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചു നമുക്ക് തുടങ്ങാം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:4. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതിന് താഴെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഇതിൻ്റെ ആദ്യത്തെ വാക്യം മാത്രം ചിന്തിക്കാനേ നമുക്ക് സമയം ഉണ്ടാവുകയുള്ളൂ. എന്നാലും ആ വാക്യം ഒന്ന് ചിന്തിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ആ വാക്യത്തിനകത്ത് പ്രത്യേകതകൾ തോന്നുന്നില്ല. കാരണം ബൈബിളാണ്, പൗലോസ് അപ്പോസ്തലനാണ്, ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്. അതിനകത്തെ ഒരു വാക്കാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോടും പിന്നെയും പറയുന്നു. അതിനകത്ത് അസ്വാഭാവികതയില്ല, സാധാരണ വാക്കുകളാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുന്നത് സന്തോഷിക്കാനുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതെഴുതുന്ന സ്ഥലവും ആ പശ്ചാത്തലവും സാഹചര്യവും എഴുതുന്ന സഭയും കൂടി ഒന്ന് കൂട്ടി വായിച്ചാൽ ചെറിയ ഒരു അസ്വാഭാവികത നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് നിങ്ങളൊന്ന് മാറി ചിന്തിക്കുവാൻ, വേറിട്ട് ചിന്തിക്കുവാൻ, വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്ക് വരുവാൻ ഇടയാകും. കാരണം ഫിലിപ്പിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ ഇതിനകത്തെ പ്രതിവാദി വിഷയം സന്തോഷിപ്പീൻ എന്നാണ്. ഇതിനകത്ത് പറയുന്നത് സന്തോഷിപ്പീൻ എന്ന് പിന്നെയും പറയാൻ മടിയില്ല. ഈ വാക്യം പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന പദമാണ്. 33 പ്രാവശ്യം സന്തോഷിപ്പീൻ എന്ന പദം തന്നെയുണ്ട്. അതിൻ്റെ തീവ്രത ഇതെഴുതുന്നത് ഫിലിപ്പിയ സഭയ്ക്കാണ്. എഴുതുന്ന സ്ഥലം കാരാഗ്രഹമാണ്. ഈ ലേഖനത്തെ അറിയപ്പെടുന്നത് കാരാഗ്രഹ ലേഖനമാണ്, പ്രിസൺ എപ്പിസ്റ്റൽസിന്റെ കൂട്ടത്തിൽപ്പെട്ടതാ. കാര്യം റോമൻ കാരാഗ്രഹത്തിൽ ഇരുന്ന് ഒരു ദൂതുവാക്യം മുഖാന്തരം ഫിലിപ്പിയ സഭയ്ക്ക് എഴുതി കൊടുത്തുവിടുന്ന ലേഖനമാണിത്. കാരാഗ്രഹത്തിൽ എന്ന് പറയുമ്പോൾ കയ്യും കാലും ആമത്തിലിട്ട് എഴുതാൻ മാത്രം പറ്റുന്ന സാഹചര്യത്തിൽ ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ ഈ വചനത്തിനകത്ത് പറയുന്നത് പോലെ സുവിശേഷത്തിന്റെ ആ ബന്ധനം എന്ന് പറയുന്ന പോലെ സുവിശേഷ നിമിത്തമായിട്ട് ജയിലിലകപ്പെട്ടിരിക്കുമ്പോൾ അതിനകത്ത് കിടന്നുകൊണ്ട് എഴുതുന്ന റെക്കമെൻഡേഷൻ ലെറ്റർ അല്ല ഇത്. സഭയ്ക്കെഴുതുന്ന പ്രചോദന വാക്കമാണ്, ആത്മശക്തിയുടെ വാക്കാണ്, നിത്യതയുടെ വിത്തുകൾ അടങ്ങുന്ന വാക്കുകൾ അതിനകത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരുവൻ ജയിലിൽ കിടക്കുമ്പോൾ എഴുതേണ്ട കത്തുകൾ ജയിലിലെ സാഹചര്യങ്ങളും ജയിലിലെ വേദനയും ജയിലിലെ കഷ്ടപ്പാടുകളും പുറത്തിറക്കാനുള്ള സാഹചര്യവും ഒക്കെ എഴുതേണ്ടത്. ഇതൊന്നും ഇതിനകത്തെ പ്രതിവാദി വിഷയമില്ല. ഇവിടെ എഴുതുന്ന വാക്ക് സന്തോഷിപ്പീൻ, ലജ്ജിക്കരുത്. അങ്ങനെ നിങ്ങൾ ഒന്നിലും ലജ്ജിച്ചു പോകരുത്. നിങ്ങൾ സന്തോഷിപ്പീൻ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ എഴുതുന്നതാ. പൗലോസേ, താങ്കൾക്ക് എവിടുന്ന് കിട്ടി ഈ ധൈര്യം കാരാഗ്രഹത്തിനകത്ത് നിന്ന് സന്തോഷിപ്പീൻ എന്ന് പറയാൻ? അതിന് പിൻപിലൊരു സംഭവമുണ്ട്. ഇപ്പൊ റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്നത് ഫിലിപ്പിയ സഭയായതുകൊണ്ട് മാത്രം ഇതിന് പിൻപിലൊരു ചരിത്രമുണ്ട്. ഫിലിപ്പിയ എന്ന പട്ടണത്തിലൊരു സഭയുണ്ടാകാൻ കാരാഗ്രഹത്തിനകത്ത് കിടന്ന ഒരു ചരിത്രം ഈ മനുഷ്യനുണ്ട്. ഈ ദൈവമനുഷ്യൻ, ഈ ശ്ലീഹ പൗലോസിനുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ കാണാം. മെക്കദോനിയയിൽ നിന്ന് ഒരു മനുഷ്യൻ വന്ന് കൈ കാണിക്കുന്ന ദർശനം കണ്ട് ഫിലിപ്പിയ പട്ടണത്തിൽ ചെന്ന് അവിടെ പുഴവക്കത്ത് നിന്ന് സുവിശേഷം പറഞ്ഞ് ആദ്യം ഒരു സ്ത്രീ രക്ഷിക്കപ്പെട്ടു. പേര് ലുദിയ.
അങ്ങനെ ആ സ്ത്രീയുടെ അവരുടെ മട്ടുപ്പാവ് കൊടുത്തു. അങ്ങനെ ആരാധന സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് രണ്ടാമതൊരു വിശ്വാസിയെ കിട്ടി. അത് വെളിച്ചപ്പാടത്തിക്കാരി സ്ത്രീ എന്ന് മാത്രമേ ഉള്ളൂ, പേരില്ല. അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. വിശ്വാസി 2. റിസൾട്ട് ചെറുതായിരുന്നില്ല. അവളെ രക്ഷിക്കപ്പെട്ടു വന്ന് അടുത്ത ദിവസം സംഭവിച്ചത് വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പുരുഷാരം കൂടി ആ ജനത്തെ കീഴ്മേൽ മറിക്കുന്നു, പഠനത്തെ കീഴ്മേൽ മറിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വസ്ത്രം ഉരിഞ്ഞ് കോലുകൊണ്ടടിച്ച് വലിച്ചിഴച്ച് കാരാഗ്രഹത്തിനകത്തിട്ട് ആമത്തിലിട്ട് പൂട്ടി. ഇവിടെ ഒരു വ്യത്യസ്തതയുണ്ട്. കുഞ്ഞെ അവിടെ പരാതിയില്ല, വേദനകൾ പങ്കുവെച്ചില്ല, പരിഭവം പറഞ്ഞില്ല, എന്താ കർത്താവ് എന്ന് ചോദിച്ചില്ല, കർത്താവിനോട് ചോദിക്കാൻ നിന്നില്ല. എഴുതിയിരിക്കുന്നു 16-25 പാടി ആരാധിച്ചു കാരാഗ്രഹത്തിനകത്ത്. നീര് വെച്ചും ചോര പുരണ്ട് കട്ട പിടിച്ചു പിരിക്കുന്ന ആ കരങ്ങളിലേക്ക് നോക്കിയില്ല, പാടി ആരാധിച്ചു. റിസൾട്ട് ഉടനെ വന്നു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലുകൾ തനിയെ തുറന്നു, ചെങ്ങലകൾ അഴിഞ്ഞു വീണു. കാരാഗ്രഹ പ്രമാണി വാൾ എടുത്തു വെച്ച് തന്നെത്താൻ ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ചു. പൗലോസ് വിളിച്ചു പറഞ്ഞു, നീ നിനക്ക് താൻ ദോഷമൊന്നും ചെയ്യരുത്. അയാൾ വെളിച്ചം ചോദിച്ചകത്തേക്ക് വന്നു. എന്നിട്ടൊരു ചോദ്യം, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? അവിടെ തുടർന്ന് എഴുതിയിരിക്കുന്നു, ആ രാത്രിയിൽ കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിൽ കൈക്കൊണ്ട് വന്ന ചോര കഴുകിക്കളഞ്ഞു. അന്ന് രാത്രി ഒരു സ്നാനപ്പെട്ടു, കുടുംബമടക്കം. ആ വിശ്വാസിയുടെ, ആ രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ സഭയ്ക്കാണ് എഴുതുന്നത്, നല്ല പരിചയത്തോടെ എഴുതുന്നത്. കാരണം അന്ന് കാരാഗ്രഹത്തിൽ കിടന്നത് സഭയുടെ അഭിവൃദ്ധിക്ക് കാരണമായെന്ന് ഉറപ്പുള്ളത് കൊണ്ട് വഴിയ സന്തോഷിപ്പീൻ എന്ന് പിന്നെയും പറയാൻ മടിയില്ല. കുഞ്ഞെ, ഇന്ന് നീ പോകുന്ന വേദനയും നിന്റെ സങ്കടവും നിന്റെ പൂട്ടലും നിന്റെ ഒറ്റപ്പെടലും നീ അടയ്ക്കപ്പെട്ടിരിക്കുന്നതും ഇത് നന്മയ്ക്ക് കാരണമാണെന്ന്, അത് പിന്നത്തേതിൽ ദൈവത്തിന്റെ നാമമഹത്വത്തിന് കാരണമാകുമെന്ന് വിശ്വസിച്ചേ. നിന്റെ കർത്താവ് കൈവിട്ട് കളഞ്ഞതല്ല, മറിച്ച് ചേർത്ത് പിടിച്ചതാ. ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കുന്നതാ. നിന്നെ തള്ളിക്കളഞ്ഞതല്ല കുഞ്ഞെ, മറിച്ച് നിന്നെ ഉപയോഗിക്കുന്നതാ. നീ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം, കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചാട്ടെ. ദൈവം നമ്മെ ഉപയോഗിക്കുന്നെന്ന് അറിഞ്ഞാട്ടെ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വേദന നിന്നെ തകർക്കാനല്ല, ഈ വേദന നിന്നെ ഇല്ലാതാക്കാനല്ല, ഈ വേദന നിന്നെ ജീവിപ്പിക്കാനാ. ദൈവനാമ മഹത്വം നിന്നിൽ കൂടെ ഉണ്ടാകുവാൻ വേണ്ടിയാ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന സർവ്വപേരെയും അങ്ങയുടെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവര്, പ്രാർത്ഥനാ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ടവർ, മറ്റെല്ലാവർക്കുമായി സ്തോത്രം. ഈ വചനം ശക്തിയും ജീവനുമാകട്ടെ. ആത്മാവിൽ ബലപ്പെടുത്തുന്നു. അസാധാരണ ദൈവശക്തിയാൽ നിറയ്ക്കുന്നതിനായി നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരം കൂടിയിരിക്കുന്നതിനായി നന്ദി കർത്താവേ. ജനത്തെ അനുഗ്രഹിച്ച് ഇത് നന്മയ്ക്ക് കാരണമാക്കുന്നതിനായി നന്ദി. ഈ വചനം കേട്ട സർവ്വപേരേക്ക് അവർ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടുവാൻ നന്മയ്ക്ക് കാരണമാക്കുന്നതിനായി നന്ദി കർത്താവേ. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിരിക്കാൻ സ്തോത്രം. സകല മാനവബോധം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയിൽ മറയാം. ഗോഡ് ബ്ലസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്.